നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ, ചെറിയൊരു അപ്ഗ്രേഡിനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് ഫോർക്കിൻ്റെ എക്സ്പാൻഡേഷൻ അല്ല ഹൈറ്റ് കൂട്ടുക എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, ടോപ്പ് നെറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും, നിറയെ വീഡിയോ അവൈലബിൾ ആണ് നമ്മുടെ യൂട്യൂബിൽ. പക്ഷേ മലയാളത്തിൽ നമ്മൾ ഒരു ഇൻ്റർനെറ്റ് ഉള്ളിൽ നെറ്റിൻ്റെ വീഡിയോ കുറച്ച് കമ്മിയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ചുമ്മാ ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഒരു വീഡിയോ റഫായിട്ട് എടുത്താണ്. അപ്പോൾ നമ്മളെന്തായാലും അതിൽ വോയിസ് നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ചുമ്മാ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമല്ലോ എന്നുള്ള സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ വീഡിയോ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ അതിൽ കുറച്ച് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഷോർട്ട് വീഡിയോ, വളരെ ഷോർട്ട് വീഡിയോ ആണ്. അതിൽ കുറച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യണത്, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓയിൽ സീലുകൾ മാറണം, അതുപോലെ തന്നെ ഓയിൽ ഹൈഡ്രോളിക് ഓയിൽ മാറണം. കാരണം നല്ലോണം ലീക്ക് വരാൻ തുടങ്ങി. കാരണം ഒരു സൈഡാണ് ലീക്കുള്ളൂ, പക്ഷേ നല്ലവണ്ണം വണ്ടി ഫ്രണ്ട് അടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ സീൽ മാറുന്ന ടൈമിലായിരിക്കും ഇൻ്റർനെറ്റ് ഹൈറ്റ് ചെയ്യണത് കുറച്ചുകൂടി ബെറ്റർ. കാരണം വെച്ചാൽ നമുക്ക് ഒരു എമൗണ്ട് നമുക്ക് എന്തായാലും അഴിക്കണം. അപ്പോൾ അഴിക്കേണ്ട ഒരു എമൗണ്ട് നമുക്ക് ഇതിൽ തന്നെ ലാഭിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിപ്പോൾ എടുത്തിരിക്കുന്ന 2 ഓയിൽ സീലുകൾ, അതേപോലെ തന്നെ ഹൈഡ്രോളിക് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഫോർക്ക് ബോർഡ് നമ്മുടെ ഫ്ലെക്സിബിളായിട്ട്, 2 നോർമൽ ടൈപ്പും ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ടൈപ്പും ഉണ്ട്. ഫ്ലെക്സിബിൾ ടൈപ്പ് കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷേ നല്ല പെർഫോമൻസാണ്. പെട്ടെന്ന് അങ്ങനെ കീറിപ്പോകുക അങ്ങനെയൊന്നുമില്ല. നോർമൽ ടൈപ്പ് ചിലപ്പോൾ കീറിപ്പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1 ഇഞ്ച്, 1 ഇഞ്ചിനെക്കാട്ടിയും കുറച്ച് കൂടുതലുണ്ടാകും തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു അളവ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് 2 സൈഡ് ഏകദേശം നമ്മൾ ഒരു കാൽക്കുലേഷൻ ഒരു 2 ഇഞ്ച് ആ സെറ്റപ്പാണ്. അതായിരിക്കും കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള ഹൈറ്റ്. കാരണം ഒരുപാട് ഹൈറ്റ് ആക്കാനും പാടില്ല. ഒരുപാട് ഹൈറ്റ് ആക്കിയ പറഞ്ഞാൽ ഭയങ്കര സ്റ്റെബിലിറ്റിക്ക് നമുക്ക് കോർണറിങ് സ്റ്റെബിലിറ്റി കുറച്ച് മോശമാകും. കാരണം വെച്ചാൽ നമ്മുടെ സ്റ്റോക്ക് വണ്ടി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഫ്ലിക്കബിളായിട്ട് എടുത്തിട്ട് പോകും. പക്ഷേ ഈ ഹൈറ്റ് കൂട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കോർണർ അടക്കം കുറച്ച് കയറി എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഹൈറ്റ് ആക്കണം. ഇതൊരു ഡീസൻ്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റോക്ക് സസ്പെൻഷനിൽ നമ്മൾ ഇൻ്റർനെറ്റ് കയറുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റ് എക്സ്പാൻഷൻ ഇത് മാത്രം പോരാ. കാരണം നമ്മുടെ ഫ്രണ്ട് ഹൈറ്റ് ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലെങ്ത്തുള്ള ബ്രേക്ക് കേബിളും അതേപോലെ തന്നെ സ്പീഡോമീറ്റർ കേബിളും ആവശ്യമുണ്ട്. അതിനെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എൻഡ്രൈസറിൻ്റെ, യമഹേൻ്റെ തന്നെ എൻഡ്രൈസർ എന്ന് പറഞ്ഞൊരു മോഡൽ തന്നെയുണ്ട്. പഴയ മോഡലാണ്, നമ്മുടെ അവഞ്ചറൊക്കെ പോലെ ഇരിക്കുന്ന മോഡൽ. അതിൻ്റെ ബ്രേക്ക് കേബിളും അതിൻ്റെ സ്പീഡോമീറ്റർ കേബിളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും കൂടെ നമ്മുടെ ഈ ബില്ലിൽ ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഹൈറ്റ് നെറ്റിന് വന്നിരിക്കുന്നത് 200 രൂപയാണ് ഒരു പീസ് പറഞ്ഞാൽ വെച്ചാൽ ഒരു പെയർ പറഞ്ഞാൽ 2 എണ്ണമായിട്ട്, അങ്ങനെ 2 പെയർ. അപ്പോൾ മൊത്തം 400 രൂപ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഫോർക്ക് ബോർഡ് ഏകദേശം 250 രൂപ എന്താ വരുന്നുണ്ട് ഒരു പെയർ. അതേപോലെ തന്നെ നമ്മുടെ ഓയിൽ സീലിന് വന്നിട്ട് ഏകദേശം 200 രൂപ എന്താ വരുന്നുണ്ട് തോന്നുന്നു ഒരെണ്ണത്തിന്. ഏകദേശം അങ്ങനെ 2 എണ്ണം അങ്ങനെ ആ റേറ്റ് വരുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് റേറ്റ് അറിയില്ല. അതുപോലെ ഹൈഡ്രോളിക്കിൻ്റെ ഓയിലിൻ്റെയും റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഒരു ഓർമ്മയില്ല. ഏകദേശം ഒരു 1200 ഉള്ളിൽ നമുക്ക് സ്പെയർ മാത്രമേ വന്നിരിക്കുന്നത്. നമുക്ക് സ്പീഡോമീറ്റർ കേബിൾ വന്നിരിക്കുന്നത് ഒരു 106 രൂപ ആ റേഞ്ചാണ്. അതേപോലെ തന്നെ ബ്രേക്ക് കേബിൾ ഒരു 150 രൂപ അങ്ങനെ ആ റേഞ്ചാണ് വന്നിരിക്കുന്നത്. വലിയൊരു എമൗണ്ട് ഒന്നും അതിന് വരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു 1200 1300 ആ റേഞ്ചാണ്. കറക്റ്റായിട്ട് ഒരു ഓർമ്മ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ബില്ല് ഞാൻ എടുക്കാൻ മറന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ലേബർ വന്നിരിക്കുന്നത് വെറും 450 രൂപ എന്തോ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാലക്കാട് കൽമണ്ഡപത്തുള്ള നമ്മുടെ അൻസാരിക്കൻ്റെ വർക്ക്ഷോപ്പിലാണ്. അവിടെ ഒരു പ്രൊഫഷണലായിട്ടുള്ള RX മെക്കാനിക്കാണ്. ചെറുപ്പം മുതലേ RXലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, സ്റ്റാർട്ടിങ് മുതലേ. അതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതാണ്. A-to വർക്ക് ചെയ്യുന്നതായിരിക്കും. ഫുൾ റീസ്റ്റോറേഷൻ, ഫോർക്ക് അപ്ഗ്രേഡേഷൻ, മോഡിഫിക്കേഷൻ എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലൊക്കേഷൻ ഞാൻ കൊടുക്കുക. അറിയാത്ത ഒരാളാണെങ്കിൽ, മാക്സിമം പാലക്കാടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്ത ഒരാളാണെങ്കിൽ ജസ്റ്റ് പോയിട്ടൊന്ന് കാണിച്ച് നോക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അഡ്രസ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുക. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. ആളിപ്പോൾ കോൺടാക്ട് ചെയ്യുന്നതിനേക്കാളും നേരിട്ട് പോയിക്കോളൂ. നേരിട്ട് പോയി വെച്ചാൽ നമുക്ക് കൈയോടെ പണി ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്കൊന്ന് മെൻഷൻ ചെയ്യാനുണ്ട്. നമ്മൾ ഡിസ്ക് ബ്രേക്ക് ഉള്ളവരാണെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യേണ്ട. ഇൻ്റർനെറ്റിൽ ഹൈറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കരുത്. അതിൻ്റെ കാരണമുണ്ട്. അതിന് ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതിൻ്റെ എന്താ റിസ്ക് എന്നുള്ളത്. കാരണം ഇപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫോർക്ക് ഹൈറ്റ് ആക്കിയതിന് ശേഷമുള്ള ഒരു ഫൈനൽ ലുക്ക് പറഞ്ഞു വെച്ചാൽ നമ്മൾ നോർമലിലെ വണ്ടീൻ്റെ ഹൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു 2 ഇഞ്ചിൻ്റെ ഹൈറ്റ് ഫ്രണ്ടിൽ പൊന്തിയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു പൊക്കം വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് വീലാണ്, HD വീലല്ല. സ്റ്റോക്ക് വീലിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ അടിപൊളിയായിട്ടൊരു ഗംഭീര ലുക്കൊക്കെ നമ്മുടെ വണ്ടിക്ക് കൊണ്ടുവരാം. നമ്മൾ ഒരിക്കലും HD വീലിക്ക് അത്രയും എമൗണ്ട് പൊട്ടിക്കാൻ പറ്റാത്തവർക്ക് അടിപൊളി ചെയ്യാൻ പറ്റുന്നൊരു കിട്ടില്ല മോഡിഫിക്കേഷനാണ്.
അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം, വിലപ്പെട്ട അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ലൊക്കേഷൻ പരമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അടിപൊളി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തായാലും വരുന്നതായിരിക്കും. നമ്മുടെ വണ്ടിയിൽ വരുന്ന അപ്ഗ്രേഡ് എന്തായാലും വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ വണ്ടിൻ്റെ ഒരു റിവ്യൂ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ വീഡിയോ ഇടാനുള്ള കുറച്ചുകൂടെ മോട്ടീവ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും നല്ലൊരു വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും മേക്ക് ചെയ്ത് തരുന്നതായിരിക്കും. സോ എന്തായാലും കീപ് സബ്സ്ക്രൈബിങ്. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കിങ്ങനെ ഈ പ്ലാനുമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നല്ലൊരു അടിപൊളി RX അല്ലെങ്കിൽ 2 സ്റ്റോക്ക് പരമായിട്ടുള്ള പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ ലോങ് വീഡിയോ ആയിട്ടും എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ സൈനിങ് ഔട്ട്. പിന്നൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.